ടോം ഇതുവരെ വന്നില്ലേ? അളിയ എവിടെ ഇല്ലേ? പുറത്തു പോകുന്നു പറഞ്ഞായിരുന്നു. ചൂടേ. ഒന്നാമതേ ചൂട്, അതിന്റെ ഇടയ്ക്ക് നടന്ന് വയ്യാതായി. ഓ, വെയിലടിച്ചിട്ടില്ല, സൂര്യാഘാതം ഏറ്റവും രാത്രി ഇട്ടോണം നോക്കാൻ. എന്റെ പൊന്നു ചെറി, ആ കാറ്റ് നീ പേടിക്കേ വേണ്ട. നിനക്ക് നല്ല തൊലിക്കട്ടിയ, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിനക്ക് വരത്തില്ല കേട്ടോ. ചൂടും വെയിലും പിന്നെ സഹിക്കാം, ഇതിന്റെ കോമഡി ദാരുണം. അതെ, നിന്റെ ചില ചളികൾക്ക് ഞാൻ തിരിച്ചു തരാറുണ്ടല്ലോ, അതുപോലെ അങ്ങ് ചിരിച്ചാ മതി. എവിടെ പോയത്? എനിക്ക് അറിഞ്ഞൂടാ, പുറത്തെവിടെ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ, രണ്ടാളും വന്നിട്ട് അകത്തേക്ക് കയറേണ്ട ഇവിടെ തന്നെ ഇരിക്കുവാണോ? ചൂട് കാരണം ഇരുന്നോ ചേച്ചി. ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പ്രസാദ. ഇന്ന് എന്റെ കുടുംബക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു. ഓ ശരി ശരി. ഞാൻ രാവിലെ വന്നതാ, ഇവിടെ വീട് പൂട്ടിയിരിക്കുക, ആരെയും കണ്ടില്ല. ടോം ഫ്രണ്ട്സിന്റെ കൂടെ എന്താ ആവശ്യത്തിന് പുറത്തു പോയേക്കുക. ഓ, ഞാൻ കൊറേ ബെല്ലടിച്ചു. പിന്നെ ഇവിടെ അതേരം നിന്ന് ആ ദൊറോത്തി മദാമ എന്നെ പിടിച്ച് വിഴുങ്ങണ്ടല്ലോ എന്ന് കരുതി ഞാൻ തിരിച്ചു. പേരിട്ടാളെ കിട്ടി. അല്ല, കോൺസെപ്റ്റ് എന്റെ ആയിരുന്നു, പക്ഷെ പേര് സ്ഥിരീകരിച്ചത് എല്ലാരും കൂടെ ചേർന്ന. എവിടെയാ അമ്പലം? വാമനപുരത്താ. അപ്പൊ ചേച്ചി അങ്ങനെ ഇന്നലെ പോയോ? എന്തിനാ ഇന്നലെ പോന്നേ? ഞാൻ രാവിലെ 4 മണിയപ്പം ഇറങ്ങി. അപ്പൊ 4 മണിക്ക് ഇവിടെ ബസ് ഉണ്ടോ? ബസ് എന്തിനാ? ചേട്ടന്റെ സ്കൂട്ടർ ഇരിപ്പില്ലേ, അതും എടുത്തങ്ങ് പോയി. ഓ, ഞാൻ പൊങ്കാല കഴിഞ്ഞ് വന്നിട്ടാ ചേട്ടൻ ഉണർന്നേ. ഈ സ്കൂട്ടർ ഉണ്ടെങ്കിലേ പോകാനും വരാനൊക്കെ എന്താ എളുപ്പമെന്നറിയോ? അല്ല, ചേച്ചിക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൂടെ? ദിവസം ജോലിക്കൊക്കെ പോകുന്നതല്ലേ, എന്താ ചേച്ചിയുടെ പറഞ്ഞാല്? എന്തിനാ വെറുതെ ഇത്രയും ദൂരമൊക്കെ നടന്നു വരുന്നേ, അതും ഈ ചൂടത്ത്? എന്നാ പിന്നെ ഞാൻ പോട്ടെ, മോള് സ്കൂളിൽ നിന്ന് വരാൻ നേരം. ഓ ശരി ചേച്ചി. അല്ല, പാത്രം അത് ഞാൻ പിന്നെ വാങ്ങിച്ചോ. ആ ശരി ശരിയാണ്. ശരി. അവിടെ ഇരിക്കുന്നു. എടാ, നീയേ അശ്വതി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു. അതായത് പറഞ്ഞതില് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ആ മെയിൻ ആയിട്ടുള്ള 2 കാര്യം പറഞ്ഞേ. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാല്, രാവിലെ അവര് പൊങ്കാലിടാൻ പോയിട്ട് പുള്ളിക്കാരൻ എണീക്കുന്നതിന് മുമ്പേ തിരിച്ചു വരണമെങ്കിൽ എന്തുമാത്രം സ്പീഡിലായിരിക്കും പുള്ളിക്കാരി വണ്ടി ഓടിച്ചേ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, പുള്ളിക്കാരൻ നിരീശ്വരവാദിയാണ്. അല്ലെങ്കിൽ രാവിലെ പൊങ്കാലിടാമോ പുള്ളി കൂടെ പോകത്തില്ലേ? പാത്രം എടുത്ത് മുഴക്കത്തിൽ കുത്തിക്കേണ്ടി വരും കേട്ടല്ലോ. എന്ത്? അവര് പറഞ്ഞ ഈ 2 കാര്യം മാത്രം നീ കേട്ടോളോ? വേറൊരു കാര്യമുണ്ട്. ഓ, അതായിരുന്നു സംഭവം. അത് പറയണ്ടേ ആദ്യം? എന്ത്? അവരുടെ മോള് സ്കൂളിൽ നിന്ന് വിട്ടു വരിക, അപ്പൊ വിളിച്ചോണ്ട് പറഞ്ഞു. മരക്കഴുതേ, അവരൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞത് കേട്ടോ, 2 വീലറിന്റെ കാര്യം. ഓ, അത് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ. അത് തന്നെ. എടാ, അതുപോലൊരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? നീ ആലോചിച്ച് നോക്കിയേ. അതുപോലൊരു 2 വീലർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലോ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ. എന്താടാ നിനക്ക്? എവിടെ? കൊട്ടും. ഇമാജിൻ ചെയ്തു. ഇമാജിൻ ഇങ്ങനെയാണെങ്കിൽ റിയാലിറ്റി എന്തായിരിക്കും? എന്നാലും ഐഡിയ കൊള്ളാൻ കേട്ടത്. അശ്വതി ചേച്ചി ഇതിനൊരു നിമിത്തമായെന്നങ്ങ് വിചാരിച്ചാ മതി. ഞാൻ എന്തായാലും ടോമിന്റെ ഇത് പറയാൻ പോവാ. പെട്ടെന്ന് പറയണം. നീ ഇതിനിങ്ങനെ ആകാംക്ഷ കാണിക്കുന്ന? ടോം ഒന്ന് വന്നോട്ടടാ. അളിയൻ വരട്ടെ, അളിയൻ വന്നിട്ട് അളിയൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നാലും ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ തോന്നുന്നേ? ചേച്ചിയോ? എന്ത്? എനിക്കങ്ങനെ വിളിച്ചൂടെ? എന്റെ ചേച്ചിയല്ലേ?
വിളിക്കാം. ആ ടോം വരട്ടെ, വരുമ്പം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. വെള്ളം വേണം. വേണ്ട, നീ അവിടെ ഇരിക്ക്. എന്നാലും എനിക്കൊരു ബൈക്ക് എടുത്തു തരാൻ അപ്പനെ അമ്മയ്ക്ക് പോലും തോന്നിയില്ല. യു ആർ ഗ്രേറ്റ് ജിസി, യു ആർ ഗ്രേറ്റ്. ഞാനൊരു പൊളി പൊളിക്കും. യെസ്, ഒരു 10 മിനിറ്റായി. അതെ, ഇത്ര നേരം എവിടെ പോയിരുന്ന? ഞാനാ അന്ന് പുറത്തോട്ട് പോയിരുന്നു. എന്തിന്? എന്തിന്? എന്തിരുന്നു? ഞാൻ മറ്റേ ഷിനുവിന്റെ അടുത്ത് പോയത്. എവിടെയായിരുന്നു കറക്കൊന്നാ ചോദിച്ചത്? കറങ്ങിയൊന്നുമില്ല, ഷിനുവിന്റെ അടുത്തൊന്ന് പോയി. എന്തിന്? ഭയങ്കര ക്വസ്റ്റനിങ് ആണല്ലോ. ഷിനുവിന്റെ കാർ ഇത് കംപ്ലൈന്റ് ആയി, റെന്റിന് കാർ വല്ലതും കിട്ടുമെന്ന് എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ ചോദിച്ചു അതിന്റെ ആവശ്യമുണ്ട്, ഞാൻ അവിടെ കാർ കൊണ്ടിരിക്കുമ്പോ. ഞാൻ ചോദിക്കുന്നതേ ഈ കഥാപ്രസംഗം പോലെ പറയാതെ എന്തിനു പോയി, എന്താ ഇത്ര ലേറ്റ് ആയി എന്നു ചോദിച്ചത്. അവന്റെ കാർ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാർ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാന്ന് ചോദിച്ചു പോയി. അപ്പൊ ലേറ്റ് അവന് ഈ വണ്ടി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് മറ്റേ ഗിയർ വണ്ടിയല്ലേ അറിയാവൂ. എന്റെ വണ്ടി അങ്ങനെയാണോ, നിങ്ങൾ തിരിച്ച ഓടൂലേ, അത് അവൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ വണ്ടി കൂടെ ഓടിച്ചു കൊടുക്കാന്ന് ചോദിച്ചു. അവനൊരു വിരുന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ വിരുന്നിന് കൂടെ അങ്ങ് പോയി. കിടക്കെടുത്തുനിന്ന് ഈ വൃത്തികെട്ട മനുഷ്യ വിളിക്കാത്ത വിരുന്നിന് ആരെങ്കിലും പോവോ? ഞാൻ പോവും. എടി വിളിക്കാത്ത വിളിക്കുന്നത് നമ്മളെ ഗോപന്റെ വീട്ടിലാണ് പോയത്. ഗോപൻ ഇനി എന്നെ വിളിക്കണോ പോവാൻ? എല്ലാ ബന്ധുക്കളെ വീട്ടിലൊന്നും ചെന്ന് ഇറങ്ങിയൊന്നുമില്ല. ഓ ഇയാൾക്ക് ഇത്ര പൊള്ളാൻ. ഇനിയിപ്പം നമ്മൾ അവർക്ക് വിരുന്ന് കൊടുക്കണമല്ലോ. പറഞ്ഞപ്പോ അത് വേണ്ടി വരും കേട്ടോ. വേണേ എന്നെ ചോദിച്ചു ട്രീറ്റ് ഒന്നും ഇല്ല അളിയാ ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം, ഉടനെ ട്രീറ്റ് അല്ലേ വേണ്ടു, തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉടനെ കൊടുക്കേണ്ടി വരുമല്ലേ? ഉടനെ ഒന്നും കൊടുക്കേണ്ടി വരില്ല, നിന്റെ സാലറി കിട്ടിയിട്ട് കൊടുക്കാം. അതിനും എന്റെ സാലറി അല്ലേ? ഭാര്യ വീശളിയാ നീ. ഭാര്യ വീശ എന്റെ സാലറി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വീശേന്. പിന്നെ ഭാര്യ ചെലവ് നടത്തുന്നത് ആവശ്യമില്ലാത്ത ഈഗോന്നും എനിക്കില്ല. ഭാര്യയുടെ ചെലവ് ഞാൻ ആസ്വദിച്ചാൽ കൊടുക്കും. അങ്ങനെയല്ലേ നമ്മളെ ബന്ധം. മുതലെടുക്കാണല്ലേ സജിയെ? വല്ലപ്പോഴും കിട്ടും എടുക്കണ്ടേ? അയ്യോ അറിയാതെ അടിച്ചല്ല സത്യം. അതെ, നമ്മളെ എന്താട്ടോ ആരും വിരുന്നിനൊന്നും വിളിക്കാത്തത്? ചോദിച്ചോ, അതിൻ്റെ തന്നെ ചോദിച്ചു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആരെങ്കിലും അറിഞ്ഞാലേ വിരുന്നൊക്കെ തരുവുള്ളൂ. ഒരു ഇൻസ്റ്റാഗ്രാമിലെങ്കിലും നീ ഇടുവോ? ഇൻസ്റ്റാഗ്രാം ഇടുവോ? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട എന്റെ ബോസ് കാണത്തില്ലേ? ബോസ് കണ്ട എന്റെ പണി തെറിക്കത്തില്ലേ? എന്തൊരു ബോസിന്റെ വല്ലാത്തൊരു ബോസാണല്ലോ. എന്റെ കൈ കിട്ടുമ്പോൾ മറ്റേ നാരങ്ങ പിഴിയണ ഐറ്റത്തിനകത്ത് വെച്ച് ഞെക്കി അങ്ങ് പിഴിഞ്ഞാൻ അവനെ. എന്റെ പൊന്നു ടോമേ, ആളൊരു കോഴിയാണെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര പാവമാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അയാൾ വിചാരിച്ചാലേ എന്റെ ജോലി ഈസി ആയിട്ടൊക്കെ കളയാൻ പറ്റും. എന്റെ വരുമാനം കൂടെ ഇല്ലെങ്കിലേ പിന്നെ എന്തോ ചെലവിട്ട് ഉണ്ടാക്കും. ഒറ്റ കാര്യത്തിനല്ല അവനെ ചവിട്ടി തേച്ചന എന്ന ഭിത്തിയില്. അതൊക്കെ പോട്ടെ ടോമേ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതെ, ഈ വീട്ടിലൊരു 2 വീലർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ? ഈ വീട്ടിലൊരു 2 വീലർ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ഒരു 2 വീലർ എടുക്കുന്നതിനെ കുറിച്ച് ടോമിന്റെ അഭിപ്രായം എന്താ? 2 വീലർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്, പക്ഷെ ഇതിപ്പോ വേണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും ഓഫീസിൽ പോയിട്ട് വരുന്നതിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയേനെ. ഓ, അതായത് ഞാൻ നിന്നെ കൊണ്ടുവിടില്ലെന്നാണ് നീ പറഞ്ഞോണ്ട് വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, തോക്കി കയറി എഴുതി വെക്കാതെ. ഞാൻ ഇപ്പൊ ചോദിച്ചു വന്നത് വേറെ ഒന്നുമല്ല, എനിക്കൊരു 2 വീലർ എടുക്കണം. ടോമിന്റെ അഭിപ്രായം എന്താ? 2 വീലർ എടുത്ത് നീ പറഞ്ഞ പോലെയാണ്, ആരെ ആശ്രയിക്കാതെ വേണ്ട, നിനക്ക് പോവാ. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇപ്പൊ 2 വീലറും കൂടെ എടുക്കണെ കുറിച്ച് ചിന്തിക്കാതിരിക്കണം നല്ലത്. അതെന്താ? അത് വേണ്ട, ശരിയാവില്ല. കാര്യം പറ. എന്തിനിപ്പോ 2 വീലർ? ഒരു കാറുണ്ടല്ലോ. ഒന്നാമത് ഈ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ അതിൻ്റെ കൂടെ റെന്റ്, പിന്നെ അതിൻ്റെ കൂടെ ചെലവ്, നിന്റെ ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു 2 വീലർ കൂടെ കറങ്ങി വരില്ല. അതാണ് ഇതെല്ലാം ആരാ കൊടുക്കുന്നത്? നീ ആണല്ലോ. അപ്പൊ പിന്നെ ഒരു 2 വീലർ EMI അടയ്ക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അടച്ചോളാം. എനിക്കൊരു 2 വീലർ ഉടനെ തന്നെ വേണം. ഇത്രയും സാധനങ്ങൾ നിന്റെ സാലറിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഇതും കൂടെ പോകാൻ നമുക്ക് താങ്ങുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് അഭിപ്രായം നിങ്ങളടുത്ത് ചോദിക്കുക. ഈ ഒരുമാതിരി പല രാഷ്ട്രീയക്കാരെ പറയും നെഗറ്റീവ് ആദ്യം പറയത്തുള്ളൂ. പിന്നെ എനിക്ക് ജോലിയില്ല കൂലിയില്ല ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മൂക്കിട്ട് തച്ചേരും കേട്ടല്ലോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലും എന്റെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? EMI തെറ്റിച്ചാൽ കണ്ട ഗുണ്ടകളെ വീട്ടുകാരെ വരണ്ടെന്ന് ചേച്ചി ഞാൻ പറഞ്ഞത്.
ഇപ്പൊ കുഴപ്പമായ? അപ്പൊ എന്റെ വാക്കിന് ഇതിന് ഒരു വിലയില്ല, എന്റെ ആഗ്രഹത്തിന് ഒരു വിലയില്ല അല്ലേ? നിന്റെ വാക്കിനൊക്കെ വിലയുണ്ട്. ഞാൻ ഉള്ള കാര്യം എന്റെ അഭിപ്രായം ചോദിച്ചു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. ദേഷ്യം തീർക്കാൻ കഴിയുമോ വെച്ചാൽ ഇതും കൂടെ കഴിയും. സ്വന്തമായിട്ട് അങ്ങ് കഴിയാൻ മതി കുടിച്ച കപ്പ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ല അന്തോ കുന്തോ അല്ല എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ചെലവെല്ലാം കഴിഞ്ഞിട്ട് വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. അവള് പുതിയ EMI പ്ലാനും കൊണ്ടുവന്നെങ്കിൽ അറിഞ്ഞാലും മനസ്സിലാവും. പത്രമൊക്കെ ആയിട്ട് എവിടെ പോകണം? ആഗ്രഹക്കടയല്ല, അതാ കപ്പലിന്റെ കച്ചവടം. അപ്പൊ അളിയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇല്ലേ? ചേച്ചി എനിക്ക് ബൈക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞു. യാത് ചാച്ചി? ജെസി ചേച്ചി. ജെസി ചേച്ചിയാ? ഇനി പോലെ അങ്ങനെ വിളിക്കാനാണ് എന്റെ തീരുമാനം. ആ, നല്ല തീരുമാനം. ആ അളിയ, ഒരു ബൈക്ക് മേടിച്ചു നമുക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടെന്ന്. നമുക്ക് നാളെ രാവിലെ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് പൊങ്കാലേക്ക് പോവാം. പൊങ്കാൽ അല്ല, പൊങ്കാല അല്ല, അതിവിടെ അത് വേറെ കേസ്. അല്ലാതെ വേറെ എന്തൊക്കെ ഉപകാരമുണ്ട്? എന്തൊക്കെ ഉപകാരമുണ്ട്? എനിക്ക് കോളേജിൽ പോവാ, എനിക്ക് സിനിമ കാണാൻ പോവാ. അയ്യോ, പിന്നെ ജെസിയെ സോറി ജെസി ചേച്ചിയെ ഡ്യൂട്ടി കൊണ്ടുപോയി അവിടുന്ന് പോയി വിളിച്ചോണ്ട് വരാം. എത്ര ഉപകാരങ്ങൾ കിടക്കണ്. അളിയന് ഫുള്ള് റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ്, ഫുള്ള് റെസ്റ്റ്. അളിയൊന്ന് പിടി നോക്ക്. എന്തോ നോക്കാം? നോക്കളിയാ പത്രം എടുത്തിട്ടുണ്ട്. ആ പത്രത്തിന്റെ നോക്ക്. ആ കൊള്ളാടാ. ബൈക്ക് ഓടിച്ചു ഒരു ഗുരുതര പരിക്ക്. നീ കണ്ടില്ലേ? അതെ, ഞാൻ ഇതല്ല നോക്കാൻ പറഞ്ഞേ. പിന്നെന്തോ ഉണ്ടായിരുന്നില്ല. ആ ഇത് കൊള്ളാടാ. എല്ലാ ജ്വല്ലറിയും ഉണ്ട്. ജ്വല്ലറി പരസ്യം ഈ സൈഡല്ല ആ സൈഡ് നോക്കേ. ആ ബൈക്ക് എങ്ങനെയുണ്ട്? ബൈക്ക് കൊള്ളാം, കൊള്ളാം കൊള്ളാം. അടുത്ത പേജിൽ ഈ സൈഡിൽ SD കാണും, അല്ല ആ സൈഡിൽ SD കാണും, ഈ സൈഡിൽ ബുള്ളറ്റ് കാണും. തന്നെ രണ്ട് എങ്ങനെയുണ്ട്? രണ്ട് നന്നായിട്ടുണ്ട്. അല്ലയാ വേറൊരു ബൈക്ക് കൂടെ ഉണ്ട്, അതതിനകത്തില്ല. ഡ്യൂക്ക്. എന്ത് പറയണ്? ഇറങ്ങി പാടാ അവിടെ നിന്റെ ഡ്യൂക്ക്. നിന്റെ നാളെ എന്തിനാ ദേഷ്യപ്പെടുന്ന? എനിക്ക് എന്നോട് കൺഫ്യൂഷൻ ആയിട്ടല്ലേ എന്നെ തുറന്ന് പറഞ്ഞു ഏതെടുക്കണോന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം. രണ്ടു നോലക്കാലൊക്കെ കൊണ്ട് കൈ പിടിച്ച് ഇവിടെ ചാടി തുള്ളി ഡാൻസ് കളിക്കാം. നീ ബൈക്ക് എടുക്കാൻ പോണേ. ഞാൻ പിന്നെ ദേഷ്യപ്പെടാൻ എന്തോടാ? അങ്ങനെ വരട്ടെ. അങ്ങനെ വരട്ടെ. അസൂയളിയ അസൂയേ. മനസ്സിലായി. എന്റെ ജെസി ചേച്ചി എനിക്കൊരു ബൈക്ക് എടുത്തു തരുന്നതിൽ അളിയൻ അസൂയ അല്ലേ? ഇന്റെ ജെസി ചേച്ചി ഇന്റെ അടുത്ത് പറഞ്ഞാ ബൈക്ക് എടുത്ത് തരണമെന്ന്. ഓ അത് ബൈക്ക് മേടിക്കണമെന്നല്ല, 2 വീലർ മേടിക്കണമെന്ന് പറഞ്ഞു. എടാ വിടലേ, അവക്കൊരു സ്കൂട്ടർ എടുക്കണമെന്നാ പറഞ്ഞത്. അല്ല സ്കൂട്ടിയാ അങ്ങനെ എന്തെങ്കിലും. ബൈക്ക് അടിക്കാൻ വന്നിരിക്കുന്ന സ്കൂട്ടിയാ? എന്ത് ചായില്ലേ? അല്ല അപ്പൊ ബൈക്ക്. എടാ അവക്ക് ഓഫീസിലൊക്കെ പോ, അവക്കൊരു സ്കൂട്ടി വേണമെന്ന് എന്റെ അടുത്ത് അവൾ സംസാരിച്ചത്. നിനക്ക് വിശ്വാസമാണല്ലോ. നീ പോയി ചോദിരുന്നാ ഇതും കൂടെ കൊണ്ടുപോയി ചോദിച്ചു. എന്ത് സ്കൂട്ടി അല്ല അല്ലേ? എടാ കേറി പോടാ ATM. ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഞാൻ കേട്ട സത്യമാണോ? നീ എന്താ കേട്ടത്? സ്കൂട്ടർ എടുക്കാൻ പോണോ നീ? അത് ഞാൻ നിന്റെ അടുത്ത് മുമ്പേ അവിടെ വെച്ച് പറഞ്ഞാണല്ലോ വണ്ടി എടുക്കാൻ പോകുന്നു. നീ എന്തിനാണോ ഇടാന്ന് എനിക്കറിയണ്ട. എനിക്ക് ഡ്യൂക്ക് കിട്ടൂല്ലേ പറയണം. ഡ്യൂക്കോ? എന്തോ ഡ്യൂക്ക്? ഡ്യൂക്ക് ബൈക്ക്.
എനിക്ക് ഡ്യൂക്ക് ബൈക്ക് കിട്ടുമില്ലേ? മൂട്. എനിക്ക് ഓഫീസിൽ പോകുന്ന വരെ ഒരു 2 വീലർ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിനക്ക് ഡ്യൂക്ക് ഉണ്ടാക്കാനൊന്നും അല്ല. ഇപ്പൊ എടുത്തെറിഞ്ഞെന്തറിയോ? പത്രമാണ് അച്ഛനാണത്. ഇങ്ങനെ എടുത്തെറിയാൻ പാടോ അത്? ദേ എന്റെ ക്ഷമയെ പരിശീലിക്കാത്ത മര്യാദയ്ക്ക് ഭൂമി നൽകിപ്പോ ഞാൻ പറഞ്ഞത്. ഓഹോ, ഇത് വല്ലാത്ത ചതിയായി പോയിട്ടോ. നീ കൊലച്ചതിയായി പോയി. ഒരു വണ്ടി എടുത്തു തരാന്ന് പറഞ്ഞ് ഞാൻ എത്ര മോഹിച്ചെന്നറിയോ? നിന്റെ അടുത്ത് ആരെങ്കിലും മോഹിക്കാൻ പറഞ്ഞോ? പറഞ്ഞോന്ന്. എടാ സ്വന്തമായിട്ട് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് വാങ്ങിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ നേരെ തന്നെ മേടിക്കേണ്ടത്. മറ്റുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കുണം ഒന്നാ തെറ്റിരിക്കാം. മര്യാദയ്ക്ക് റൂമിൽ ഇറങ്ങിപ്പോ. നിന്റെ കുണം എല്ലാം തെറ്റിക്കൊണ്ടിരിക്കണേ എപ്പോഴും. എനിക്കൊരു വണ്ടി വേണം. പറ്റുമോ? എടുത്തുതരാൻ പറ്റുമോ? ഇല്ലേ? എനിക്ക് ഡ്യൂക്ക് കിട്ടുമില്ലേ? ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എനിക്ക് സ്കൂട്ടർ എടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. എന്റെ പൊന്നു ചേച്ചി, നീ ഇപ്പോഴും ആ സ്കൂട്ടർ പിടിച്ചോണ്ടിരിക്കണ. അത് നമുക്ക് സെറ്റ് ആവില്ല. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ? ആര് പറഞ്ഞു? നമ്മൾ നേരത്തെ തീരുമാനിച്ചു. നോക്കാം. സ്കൂട്ടർ വാങ്ങിക്കില്ലെന്നേ നോക്കാം കേട്ടോ. സ്കൂട്ടർ തന്നെ വേണോന്ന് നിർബന്ധമുണ്ടോ? ഡ്യൂക്കായ പ്രശ്നമുണ്ടോ? മര്യാദയുടെ ഭാഷയെ ഞാൻ പറഞ്ഞു. വിണ്ടി പോരുത്. റൂമിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോണം. അവന്റെ ഡ്യൂക്ക് ഓപ്പ്. ഡ്യൂക്ക് മേടിച്ച് തരൂല, ഉറപ്പല്ലേ? അപ്പൊ എന്റെ അളിയൻ പറഞ്ഞു തന്നെ. എന്തിനാണ് വണ്ടി? ആ സ്കൂട്ടറിന്റെ ആവശ്യം എന്തിനാണ്? ഇങ്ങനെ വീട്ടിൽ സ്കൂട്ടറിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ പോവാ, എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ വരാം. ഇല്ല എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ കാറുണ്ട്. എന്ത് കാര്യത്തിന് സ്കൂട്ടർ? ചുമ്മാ പെട്രോൾ ചെലവ് അതിൻ്റെ ഇടയ്ക്ക് EMI അടയ്ക്കണം. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ നിന്നോണം. EMI അടയ്ക്കണം. എന്തൊക്കെ അനാവശ്യമാണ്. അതല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അതല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ സ്കൂട്ടർ ഈ വീട്ടില്? മാത്രല്ലേ അവർക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞൂടാ. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി, ഇവിടെ സ്കൂട്ടർ ഓടിക്കാൻ കണ്ടിട്ടുണ്ടോ? അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം തൊടും. ഇങ്ങനെ വളഞ്ഞാണ് പോണം. അതിന്റെ ഇടയ്ക്ക് 2 കാലും തറയിലായിരിക്കും. ചെരുപ്പ് തേഞ്ഞു പോവും. ആഴ്ച ചെരുപ്പ് ഓടിച്ചു കൊടുക്കേണ്ടി വരും സ്കൂട്ടറിന്. മറ്റുള്ള ചെരുപ്പ് ഓടിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടാ ദേഷ്യപ്പെടുന്നുണ്ടാ? ഈ ദേഷ്യം തന്നെ പ്രശ്നമാണ്. ഒരു മനുഷ്യന് വണ്ടി ഓടിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം എന്തെന്നറിയൂ? പറ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്തര്? ലൈസൻസ്. അല്ലയാ പറഞ്ഞു വിടണേ അങ്ങോട്ട്, കേട്ടോ? അത്യാവശ്യമായിട്ട് വേണ്ടത് വണ്ടിയല്ലേ? സ്കൂട്ടർ ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പറ്റും. അങ്ങനെയല്ലേ? അളിയനായിപ്പോ ഞാൻ വെല്ലോം വിളിച്ചാൻ പറഞ്ഞ മിണ്ടിപ്പോയില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ക്ഷമ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കുറവാണ്. വണ്ടി എടുത്ത് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. സംഭവം എന്തെന്ന് വെച്ചാൽ അളിയാ, ഈ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോണം റോട്ടിൽ കൂടെ. ഒരുത്തൻ ടക്കന് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നിരിക്കട്ടെ. ഈ ക്ഷമയുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പോകും. ക്ഷമ ഇല്ലാത്തവരാണെങ്കിൽ ടക്കന് അവനെ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സ്പീഡ് കൂട്ടി ആക്സിഡന്റ് സംഭവിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത് ക്ഷമ വേണം വണ്ടി എടുക്കാൻ. ഞാനൊരു കാര്യം പറയട്ടെ. ആരൊക്കെ ഇനി എന്തൊക്കെ കടന്ന് പറഞ്ഞാലും ജെസ്സി വണ്ടി എടുക്കും തീരുമാനിച്ച വണ്ടി എടുത്തിരിക്കും. വണ്ടി എടുക്കണമെങ്കിൽ ചീടിയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പിന്നെ ഞാൻ എടുത്തു കൊടുത്താലേ അവൾ എടുക്കണം. പോയ എന്തേ പറഞ്ഞ് മാറ്റാൻ നോക്കണേ. പോകുമ്പോ ഈ തുണി കൊണ്ട് എടുത്ത് വെച്ചിട്ട് പോകും. ബൈക്കിന്റെ ഫോട്ടോ തന്നെ കണ്ടോണ്ടിരിക്കുക. ഹലോ, എന്താണ് സംഭവം? എന്താണ്? എന്ത്? അല്ല, നീ ഇവിടെ വന്ന് കിടക്കണ്? എന്താ കിടക്കാൻ പാടില്ലേ? ഫോൺ എടുത്ത് മാറി വെച്ചിട്ട് കിടന്നുറങ്ങടാ. അടിച്ച് പിരിഞ്ച 2 പേരും കൂടെ. അയ്യോ, എന്റെ പാമ്പിടി തളിയെ അകത്ത് ഒറ്റക്കായിരിക്കും കിടക്കണ. അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ നീ പോയി അളീനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും പോ. എനിക്കൊരു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കാത്തോടെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. പതുക്കെ
ഉറങ്ങി ഇങ്ങോട്ട് എണീച്ച് വരുമോ? നീ മാറാനാ ഇങ്ങോട്ട് മാറ. എനിക്കൊന്നും പറ്റൂല. ഇവിടെ മത്തി എടുക്കുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. നീ ബെഡ്റൂമിൽ കിടന്നു അന്നത്തേക്ക്? പെർമനന്റ് ആയിട്ടാ? പെർമനന്റ് ആയിട്ടല്ല, ഇന്നൊരു ദിവസത്തേക്ക്. എന്ത്? അപ്പൊ നാളെ പണക്കം തരുമോ? നാളെ പണക്കം തീരും. കുഴപ്പമില്ല, ഒരു ദിവസം ഒരു ദിവസം ആ ബെഡ്റൂമിൽ ഒന്ന് കിടക്കാൻ പറ്റൂല്ലോ. വന്ന ദിവസം വരെ വിചാരിക്കണേನು അവിടെ കയറി കിടക്കണമെന്ന്. അപ്പൊ ഓക്കെ അളിയാ, ഗുഡ് നൈറ്റ്. എന്നാലും അളിയാ ശ്രദ്ധിച്ച അന്ന് ഞാൻ വന്ന ദിവസം ആ ബെഡ്റൂമിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട അതേ അളിയൻ തന്നെ ആ ബെഡ്റൂമിലോട്ട് എന്നെ ഇന്ന് കയറ്റി വിടുന്നു. ഇതാണ് അളിയാ കർമ്മ എന്ന് പറയണത്. കൂടുതൽ കർമ്മിച്ചോണ്ടല്ലോ നിന്നെ പിടിച്ച് വെളിയിൽ കിടത്തും. നിനക്ക് കിടക്കണോ? കിടക്കണം. എന്നാ പെട്ടെന്ന് പോയി കിട. ശല്യപ്പെട്ടു. 5-6 ദിവസം അടി കണ്ടിന്യൂ ചെയ്തായിട്ട് കൊള്ളായിരുന്നു. ബെഡ്റൂമിലാണെങ്കിൽ വിശാലമായിട്ട് കിടക്കായിരുന്നു. ഉലകത്തെ എതുവും തനിച്ചയില്ലയേ കുഴലിൽ രാഗം മലരിൽ വാസം ചേർ ഇളങ്കാറ്റ് വീശുതേ. വിളിച്ചാളിയോ? നിന്റെ പേര് ഇളം കാറ്റെന്നാടേ? അല്ല പിന്നെ എന്തിനു ഓടിക്കൊണ്ടോ നിൽക്കണം ഇവിടെ? അളിയൻ വിളിച്ചാലേ തോന്നും. നീ പോകത്തിരി. ശരി അളിയ, ഗുഡ് നൈറ്റ്. ഇളങ്കാറ്റ് വീശുതേ പേസുതേ വളയാത മൂകിലിൽ രാഗം